തദന്യസ്ത യന്നേഹാസ്തി ന തത്ക്വചിത് ധർമ്മജം മോക്ഷദം മഹാഭാരതം ശ്രേഷ്ഠ ഭാരതം മഹാഭാരതം. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ആചാര്യസഭയെ സ്വാഗതം ചെയ്യാം ബ്രഹ്മചാരി ശിവാമൃത ചൈതന്യ. സ്വാഗതം സ്വാമിജി. സ്വാഗതം ചെയ്യാം ഡോക്ടർ പി ഇന്ദിര. സ്വാഗതം ടീച്ചർ. സ്വാഗതം ചെയ്യാം മുരളി മേനൻ സാറിനെ. സ്വാഗതം സർ. ഒപ്പം മത്സരാർത്ഥികൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകാൻ ഇവിടെ എത്തിയിരിക്കുന്ന പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. സ്വാമിജി, നമ്മുടെ ഇന്നത്തെ അധ്യായം വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, നമ്മുടെ 2ാം ഘട്ടം പൂർണ്ണമായും ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊന്ന്, ഇത് നമ്മുടെ 150ാം എപ്പിസോഡാണ്. സ്വാമിജി, നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ മത്സരാർത്ഥികളുടെ പെർഫോമൻസും ഇവിടെ കണ്ടിട്ടുണ്ട്. ആചാര്യസഭയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. എങ്ങനെ കാണുന്നു നമ്മുടെ ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഈ ഒരു വളർച്ചയെ, 150ാം എപ്പിസോഡിനെ കുറിച്ച്? ശ്രേഷ്ഠ ഭാരതം പോലെയുള്ള സീരിയൽ അല്ലാത്തൊരു പരിപാടി 150 എപ്പിസോഡ് പോകുക എന്നുള്ളത് തന്നെ ജനങ്ങളത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നു. കാരണം നമ്മുടെ സാംസ്കാരികമായ വളർച്ചയെപ്പറ്റി ഭരണാധികാരികൾക്ക് ഒരുപക്ഷെ താല്പര്യം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ലെങ്കിലും ജനങ്ങളത് ആഗ്രഹിക്കുന്നു. ജനമനസ്സുകളിൽ അതിനൊരിടം കിട്ടിയിട്ടുണ്ട്. അത് ഈ പുതിയ തലമുറയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അതിന് വിശേഷാൽ പ്രാധാന്യമുണ്ട്. ഇങ്ങനൊരു പരിപാടി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഗ്രന്ഥങ്ങളെ കൂടെ ഒരിക്കലും കടന്നു പോകില്ലായിരുന്നു. ഭഗവത്ഗീതയെ പോലെയുള്ള ഒരു ശ്രേഷ്ഠ ഗ്രന്ഥത്തെ പരിചയപ്പെടാൻ അവർക്ക് കിട്ടിയ ഒരു വലിയ സന്ദർഭമാണിത്. കുറഞ്ഞ പക്ഷേ ഏതാനും ശ്ലോകങ്ങളെങ്കിലും അവർ പഠിച്ചിട്ടുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകും തോറും അതിൻ്റെ ആഴവും പരപ്പും വ്യാപ്തിയും ഒക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഇതിന് നമുക്കും അഭിമാനിക്കാം, അമൃതയ്ക്ക് ഇങ്ങനൊരു പങ്ക് വഹിക്കാൻ സാധിച്ചു എന്നുള്ളത്. നന്ദി സ്വാമിജി. സാധാരണ കഴിഞ്ഞ ഘട്ടം വരെ ഈ ഒരു പത്മവ്യൂഹം റൗണ്ട് ഒരു റാപ്പിഡ് ഫയർ റൗണ്ടാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ അഭിനയ പ്രാധാന്യമുള്ള ഒരു റൗണ്ടാണ്. ഈ ഒരു റൗണ്ടിനെ കുറിച്ച് വിശദമായി ഞാൻ പറയാം. പക്ഷെ അതിനു മുൻപ് 4 ടീം ക്യാപ്റ്റന്മാരെയും സ്വാഗതം ചെയ്യേണ്ട സമയം. KPC HSS പട്ടാനൂർ കണ്ണൂർ, ഭവൻസ് കൊടുങ്ങല്ലൂർ. ശബരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂൾ പുനലൂർ, വ്യാസവിദ്യാപീഠം കല്ലേക്കാട് പാലക്കാട്. നമുക്ക് ക്യാപ്റ്റൻസിനെ ഒന്ന് പരിചയപ്പെടാം. KPC ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാപ്റ്റൻ പേര്? എൻ്റെ പേര് ദിവ്യശ്രീ. ക്യാപ്റ്റൻ, എങ്ങനെ കാണുന്നു നിങ്ങളുടെ ഈ ഒരു 2ാം ഘട്ടത്തിന്റെ ഈ ഒരു പെർഫോമൻസിനെ? 4 റൗണ്ടുകൾ കഴിഞ്ഞു. കുഴപ്പമില്ലായിരുന്നു. മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് പെർഫോം ചെയ്യാൻ. ഇനി ഭവൻസ് കൊടുങ്ങല്ലൂർ ക്യാപ്റ്റൻ പേര് പറയൂ. എൻ്റെ പേര് മീനാക്ഷി പി. ഞാൻ 7th പഠിക്കുന്നു. ക്യാപ്റ്റൻ, എങ്ങനെ കാണുന്നു നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസിനെ, കഴിഞ്ഞ ഇതുവരെയുള്ള പെർഫോമൻസിനെ? ചെറുപ്പത്തിലൊക്കെ മഹാഭാരതത്തിന്റെ ഇതിലും ചെറുപ്പത്തിലോ? അല്ല, ബേസ് മാത്രം അറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം 40 ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാം, ആദിപർവം പഠിക്കാം. അപ്പൊ അതിനെ കുറിച്ച് കുറെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റി. ശ്രേഷ്ഠ ഭാരതത്തിന് വന്നതുകൊണ്ടാണ് അറിയാൻ പറ്റിയത്. ഇനി ശബരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂൾ ക്യാപ്റ്റൻ? എൻ്റെ പേര് നിവേദ്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ക്യാപ്റ്റൻ, എങ്ങനെ കാണുന്നു നിങ്ങളുടെ ഇതുവരെയുള്ള പെർഫോമൻസിനെ? വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. കുറെ മിസ്റ്റേക്കുകൾ കുറെ തിരുത്താൻ പറ്റി. ഇനി വ്യാസവിദ്യാപീഠം ക്യാപ്റ്റൻ പേര് പറയൂ. എൻ്റെ പേര് നിഖിൽ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എങ്ങനെ കാണുന്നു ക്യാപ്റ്റൻ നിങ്ങളുടെ ഇതുവരെയുള്ള പെർഫോമൻസിനെ? ഇതുവരെയുള്ള പെർഫോമൻസ് ആദ്യത്തെ റൗണ്ടിലൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അതും കൂടെ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സ്കൂളിൽ തന്നെ കുറെ കുട്ടികൾക്ക് നല്ല കഴിവുകളൊക്കെ ഉണ്ടാവും. പക്ഷേ കുറെ ആൾക്കാർക്ക് അത് പുറത്ത് കാണിക്കാൻ പറ്റാറില്ല. അവസരമാണ്. ഇതിലൂടെ കുറെ ആൾക്കാർക്ക് അങ്ങനെ അവരുടെ കഴിവുകൾ കാണിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിലും 4 ടീമുകളും വളരെ കഷ്ടപ്പെട്ട് അല്ലേ, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഘട്ടം വരെ എത്തിയത്. അപ്പൊ ഈ ഒരു 2ാം ഘട്ടത്തിൽ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇതുവരെ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്ന് കണ്ടുവരാം. നാല് ടീമുകൾക്കും ഒരു
കഥാപാത്രത്തെ മഹാഭാരതത്തിൽ നിന്നും ഒരു ചരിത്ര പുരുഷനെയോ ചരിത്ര വനിതയോ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. 4 ടീമുകൾക്കും ഒരേ ആളെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾ എത്ര നന്നായി അത് അവതരിപ്പിക്കുന്നു, ഏത് കഥാസന്ദർഭം എടുക്കുന്നു, വേഷത്തിലും ഭാവത്തിലും എത്രത്തോളം ആ ഒരു ചരിത്ര പുരുഷനായോ അല്ലെങ്കിൽ ചരിത്ര വനിതയായോ മാറുന്നു എന്നാണ് നോക്കുക. അപ്പോൾ ചരിത്ര പുരുഷനാണോ ചരിത്ര വനിതയാണോ എന്ന് നോക്കാം. മുരളി സർ, ഭീമസേന ആയിക്കോട്ടെ. പിന്നല്ല. അപ്പൊ ഭീമസേനന്മാര് തയ്യാറാണ്. അതെ. അപ്പൊ ആരൊക്കെയാണ് ഭീമസേനായിട്ട് വരാൻ പോകുന്നത്? KPC ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരാണ്? അഭിശ്രീ. പത്മവ്യൂഹം റൗണ്ടിൽ KPC ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂർ കണ്ണൂരിൽ നിന്നും അഭിശ്രീ എത്തുന്നു. ഭീമസേന രാജകുമാരൻ വിജയിച്ചാലും നാളെ ആരംഭിക്കുന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഗന്ധമാദന വനത്തിൽ നിന്നും ഒരു യോദ്ധാവ് എത്തിയിട്ടുണ്ട്. അങ്ങയെ കാണണമെന്ന് നിർബന്ധം പിടിക്കുന്നു. ഹിഡുംബിയുടെ മകൻ ഘടോൽക്കജൻ. ഒടുവിൽ നിദ്രയുടെ 2ാം തളം സമ്മാനിക്കുന്ന സ്വപ്നങ്ങളിൽ നാം കണ്ടതൊക്കെ യാഥാർത്ഥ്യമാകുന്നു. വസന്തം വാഗമരത്തിൽ ഉമ്മ വെക്കുന്ന പ്രണയകാലത്ത് ഈ ഭീമസേനന്റെ പെൺതുണ ഹിഡുംബി. പിരിയാ നേരത്ത് പേരറിയാ മരത്തിന്റെ തണലിലിരുന്നവൾ തേങ്ങുന്നുണ്ടായിരുന്നു. പിന്നെപ്പോഴോ കാട്ടിൽ വെച്ച് സാർത്ഥവാഹക സംഘത്തെ തടഞ്ഞ് ആകാശക്കരുത്തുള്ള ഒരു കാട്ടാളൻ പറഞ്ഞത്രേ, ഞാൻ ഹിഡുംബിക്ക് ഭീമസേനനിൽ പിറന്നവൻ ഘടോൽക്കജൻ. അന്നേ കൊതിച്ചതാ ഒരു നോക്ക് കാണാൻ. അപമാനത്തിന്റെ മഹാമേരുവാണ് ഈ ഭീമസേനന്റെ ജീവിതം. അവഗണനയുടെ കാളിന്തിയാണ് ഈ ഭീമസേനന്റെ മനസ്സ്. തൊടുത്തുവിടുന്ന അസ്ത്രങ്ങൾക്ക് ശത്രുമിത്രപക്ഷ ഭേദങ്ങളില്ലാതെ മഹായുദ്ധത്തിൽ അച്ഛനെ പിന്തുടരാൻ എന്റെ മകനെത്തുന്നു. ഹേ അർജുന, പത്മവ്യൂഹം ഭേദിക്കാൻ കരുത്തുള്ള നിന്റെ മകൻ അഭിമന്യുവിനോടൊപ്പം പാണ്ഡവ പക്ഷത്ത് എനിക്കും ഒരു പുത്രൻ. അവൾ ഹിഡുംബി. എന്തായിരിക്കും അവനോട് പറഞ്ഞു വിട്ടിട്ടുണ്ടാവുക? വാക്കുകൾ പാഥേയമായി കെട്ടിപ്പൊതിഞ്ഞു നൽകുമ്പോ കാട്ടുതടാകം പോലെ നീലിച്ച അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാവുമോ? കഷ്ടം. അവഗണിച്ചത് നാമാണ്. അനിവാര്യമായിരുന്നു ഈ യുദ്ധം. കൃഷ്ണദൂതും കാറ്റിൽ പറത്തിയ കൗരവപക്ഷത്തിന്റെ അധികാരവും അധികാരമോഹവും പെറ്റുകൂട്ടിയ മഹായുദ്ധം. ദ്രൗപദിയുടെ മുടിച്ചിരളകൾ കെട്ടാൻ ശത്രുപക്ഷത്തിന്റെ ചോര വേണം. ദ്രുപദ മഹാരാജാവിനുമുണ്ട് ഗുരു ദ്രോണാചാര്യരോട് പകയുടെ പെരുക്കപ്പട്ടികകൾ. ഭഗവാന്റെ തിരുമുടിയിൽ ചൂടിയ മയിൽപീലിത്തുണ്ടുപോലും യുദ്ധകാഹളം കേട്ട ആവേശം കൊണ്ട് വിറയ്ക്കുന്ന ഈ കുരുക്ഷേത്ര ഭൂമിയിൽ നിലാവിന്റെ നിഴലു പറ്റിയ ശവന്തീനകൾ കൊതിയോടെ കാത്തിരിക്കുന്ന ഈ യുദ്ധഭൂമിയിൽ വെച്ചായിപ്പോയല്ലോ മകനെ നമ്മുടെ സമാഗമം. യുദ്ധം അവസാനിക്കട്ടെ, ധർമ്മം ജയിക്കട്ടെ. വരും, നിന്റെ അമ്മയെ കാണാൻ നിന്റെ കൈയും പിടിച്ച് ആ ഗന്ധമാദന വനത്തിലേക്ക് ആയുസ് ഭഗവാൻ കൽപ്പിച്ചു നൽകിയാൽ മകനെ, മകനെ ഘടോൽക്കജ, ഈ അച്ഛൻ നിന്നെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. കടന്നു വരൂ മകനെ, കടന്നു വരൂ. യുദ്ധം 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 കുരുക്ഷേത്ര യുദ്ധം. യുദ്ധം 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 കുരുക്ഷേത്ര യുദ്ധം. 14-ാം നാളിലെ രാത്രിയുദ്ധം. 14-ാം നാളിലെ രാത്രിയുദ്ധം. യുദ്ധം 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 കുരുക്ഷേത്ര യുദ്ധം. രാത്രിയുദ്ധത്തിൽ ഘടോൽക്കജൻ കൊല്ലപ്പെട്ടേ. മകനെ
മകനെ. മതമിളകിയ കാട്ടാനയെ പോലെ ശത്രുമസ്തകം പിളർന്ന് നീ മുന്നേറുമ്പോ ഒരു നോക്ക് കണ്ടതായി പിതാവ്. നിന്റെ ശരവേഗത്തിൽ, നിന്റെ മേയ്ക്കരുത്തിൽ, ഉറപ്പിച്ച ചൂടിൽ, ഇളകിയാടി പറന്ന പൊടിപടലങ്ങളിൽ കണ്ണും നട്ട് ജ്യേഷ്ഠ സഹോദരൻ മൊഴിഞ്ഞു. ഇതാ ഇതാ എന്റെ അനുജൻ ഭീമസേനന്റെ കുട്ടിക്കാലം. ഇതാ എന്റെ അനുജൻ ഭീമസേനന്റെ കുട്ടിക്കാലം. അപ്പോ അച്ഛന് അഭിമാനത്തിന്റെ മഹാമേരുവിലായിരുന്നു മകനെ. അഭിമാനത്തിന്റെ മഹാമേരുവിലായിരുന്നു. ഒരിക്കൽ മാത്രം പ്രയോഗിക്കാൻ കഴിയുന്ന കർണന്റെ ശക്തിവേൽ നേരിടാനും വീരസ്വർഗം പ്രാപിക്കാനും എന്റെ മകനെ ഒരുക്കി അയച്ചത് എന്തിന്? എന്തിനെന്റെ കൃഷ്ണ? കർണന്റെ ശക്തിവേലേറ്റ് കുരുക്ഷേത്ര ഭൂമിയിൽ പിടഞ്ഞു വീണപ്പോ ആർത്തു വിളിച്ചവരിൽ പാഠവപക്ഷവും ഉണ്ടായിരുന്നില്ലേ കൃഷ്ണ? യാദവകുല ജാഥ സവർണന് സിംഹാസനം ഉറപ്പിക്കാൻ ഇനി എത്ര അത്തകൃതന്റെ ചോര വേണം? ഇനി എത്ര സ്ത്രീകൾ വിധവകളാവണം? ഇനി എത്ര മരിച്ചു വീണ മകന് ചിതാഗ്നി പോലും കൊളുത്താൻ കഴിയാതെ നിസ്സംഗനായ ഒരു പിതാവ്. മാപ്പ് പ്രിയപ്പെട്ടവനെ ഹിഡുംബി, മാപ്പ് മാപ്പ് മാപ്പ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. അഭിശ്രീ ആചാര്യസഭയോട് ചോദിക്കാം. മുരളി സർ. അഭിശ്രീ നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. നല്ല കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ് അഭിശ്രീ. നല്ല തുടക്കമായിരുന്നു. നറേഷൻ നന്നായിരുന്നു. ഇത് അഭിശ്രീയുടെ അല്ല, ഞാൻ ഈ ചെയ്ത ആളുകളോട് പറയുകയാണ്. നറേഷൻ നന്നായിരുന്നു, മ്യൂസിക് നന്നായിരുന്നു. അതിൻ്റെ കൂടെ ആദ്യമായിട്ട് എഫക്ട്സ് യൂസ് ചെയ്ത് കണ്ടു, അതും നന്നായിരുന്നു കേട്ടോ. ഇതൊക്കെ പിന്നണിയിലുള്ള ആളുകളോടാണ് ഈ പറയുന്നത്. മോളുടെ ആദ്യത്തെ ഫസ്റ്റ് മോണോലോഗ് ഒന്ന് പറഞ്ഞ മോളെ. ആ പറഞ്ഞ പോലെ തന്നെ പറയണം. ഒടുവിൽ നിദ്രയുടെ രണ്ടാം തളം സമ്മാനിക്കുന്ന സ്വപ്നങ്ങളിൽ നാം കണ്ടതൊക്കെ യാഥാർത്ഥ്യമാകുന്നു. വസന്തം വാഗമരത്തിൽ ഉമ്മ വയ്ക്കുന്ന പ്രണയകാലത്ത് ദാറ്റ് ഇസ് നോട്ട് ലൈഫ്. വസന്തം വാഗമരണത്തിൽ ഉമ്മ വയ്ക്കുന്ന പ്രണയകാലത്ത് അത്രയേ ഉള്ളൂ. ആ ഗിവൺ ക്യാരക്ടർ ഏതാണോ, ആ ക്യാരക്ടറിൻ്റെ റിയൽ രസം ഏതാണോ, ആ രസം എന്ന് പറയുന്ന ഭാവം, ആ ഭാവത്തിലേക്ക് പോവുക. ആ ഭാവം ഒന്നാമത് മൈക്ക് ഇവിടെയുണ്ട്. ഇത് ക്യാമറയിലൂടെയൊക്കെയാണ് വരുന്നത്. ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ കാണുന്ന പോലെ അല്ല വീട്ടിലിരുന്ന് കാണുന്നത്. അപ്പോൾ വളരെ ക്ലോസ് അപ്പ് ഷോട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഇത്രയും അഭിനയമൊന്നും പുഷ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഈ മിസ്റ്റേക്സ് ഇനി ഉണ്ടാവരുത് കേട്ടോ. അതിനുള്ളൊരു പഠനമായിട്ട് എൻ്റെ ഈ വാചകമടിയെ കരുതിയാൽ മതി. ഓൾ ദ ബെസ്റ്റ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു എന്നുള്ള ഉറക്കെ പറ. ഓക്കെ, നന്ദി സർ. സ്വാമിജി. മഹാഭാരതം വായിച്ചു നോക്കിയിരുന്നെങ്കിൽ ആ ഘടകൻ്റെ മരണരംഗവും വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ല ഭീമൻ പ്രതികരിക്കുന്നത്. ദുഃഖമുണ്ട്, തീർച്ചയായിട്ടും ഭീമൻ ദുഃഖിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയല്ല. ഒരു വീരൻ്റെ ദുഃഖം ഈ കാണിക്കുന്ന പോലെ അല്ല. പിന്നെ ഘടകനും ഭീമനും തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടുന്നുണ്ട്, വനത്തിൽ വെച്ച് അവർ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ അവതരിപ്പിക്കുന്ന കഥയിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന പോലെയാണ് ഇവിടെ കഥയിൽ അവതരിപ്പിക്കുന്നത്. അതൊക്കെ അത് നമ്മുടെ കഥാപാത്രത്തോട് നീതി പുലർത്തുന്നതല്ല. നന്ദി സ്വാമിജി. ടീച്ചർ. അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരുടെ അഭിപ്രായം അനുസരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉപകാരമായിരിക്കും. ഇനിയുള്ള നാടക അഭിനയത്തിൽ ഇനിയും ധാരാളം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അഭിനന്ദനങ്ങളോട്. നന്ദി ടീച്ചർ. അടുത്തതായി പത്മവ്യൂഹം റൗണ്ടിൽ മത്സരിക്കാൻ എത്തുന്നു ഗൗരി ഭവൻസ് കൊടുങ്ങല്ലൂരിൽ നിന്നും. ശ്രേഷ്ഠ ഭാരതം മഹാഭാരതം.
ദേവി, ഈ ആശ്രമ പരിസരം എത്ര മനോഹരമാണ്. ഈ രമണീയ പ്രകൃതി നമ്മെ പ്രണയാതുരനാക്കുന്നു. ദേവിയുടെ മുഖം മ്ലാനമായിരിക്കുന്നല്ലോ. തണൽ വിരിച്ച വൃക്ഷങ്ങളും കളകളമൊഴുകുന്ന നദികളും ദേവിയെ ആനന്ദിപ്പിക്കുന്നില്ലേ? കരങ്ങളിലെന്താണ്? വാടിക്കരിഞ്ഞ പുഷ്പമോ? ഈ പുഷ്പത്തിന്റെ മാസ്മരിക ഗന്ധം നമ്മെ മത്ത് പിടിപ്പിക്കുന്നു. പറയൂ ദ്രൗപദി, നിന്റെ വിഷാദത്തിന് കാരണമെന്താണ്? ഇതാണോ കാര്യം? എൻ്റെ പ്രണയം യാഥാർത്ഥ്യമെങ്കിൽ നിനക്കീ പൂക്കൾ കൊണ്ടുത്തരണമെന്നോ? ഹോ, കഷ്ടം. ദ്രൗപദി, ഈ ഭീമസേനന്റെ പ്രണയം നീ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നോ? അജയ്യമായ ബാഹുബലം കൊണ്ട് ഈ ഭീമസേനന് സാധിക്കാത്തതായി ഒന്നുമില്ലെന്ന് നിനക്കറിയില്ലേ? എൻ്റെ പ്രിയതമയ്ക്കായി കല്യാണ സൗഗന്ധിക പുഷ്പം തേടി ഞാനിതാ പുറപ്പെടുന്നു. എത്ര മനോഹരമാണ് ഈ കദളീവനം. ആരാണിത് പരിപാലിക്കുന്നത്? ആരാണിത് നമുക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വഴിയിൽ കിടക്കുന്നത്? ഇതൊരു വൃദ്ധ വാനരനാണല്ലോ. ഹേ മർക്കട കീടമേ, നമ്മുടെ മാർഗത്തിന് തടസ്സം സൃഷ്ടിക്കാതിരിക്കൂ, വഴി മാറൂ. എന്ത്? നാം വഴി മാറാനോ? നല്ല കഥ. നാം മാരുതപുത്രനായ ഭീമസേനനാണ്. നേർവഴി വിട്ട് ഒരു ചുവട് പോലും മാറി സഞ്ചരിക്കുന്നവനല്ല. എന്താണ് നീ പുലമ്പുന്നത്? നിന്നെ മറികടന്ന് പോകാനോ? എടാ മർക്കട, നീ ശാസ്ത്രം പഠിച്ചിട്ടില്ലേ? നിർഗുണമായ പരമാത്മാവ് സകല പ്രാണികളുടെയും ശരീരത്തിൽ ഒരുപോലെ കുടികൊള്ളുന്നു. മറികടന്നാൽ ആ പരമാത്മ ചൈതന്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാകും. നാം അത് ചെയ്യില്ല. മാത്രമല്ല, നീ എൻ്റെ അഗ്രജനായ ഹനുമാന്റെ കുലത്തിൽ പിറന്നവനുമാണ്. എന്ത്? ആരാണ് ഹനുമാൻ എന്നോ? ശിവ ശിവ, എൻ്റെ ജ്യേഷ്ഠനായ ഹനുമാനെ കുറിച്ച് നീ കേട്ടിട്ടില്ലെന്നോ? അതിശയം തന്നെ. എടാ മൂഢ, വഴി മാറ്. എൻ്റെ ആജ്ഞ അനുസരിച്ചില്ലെങ്കിൽ നിന്നെ നാം ഇന്ന് കാലപുരിക്ക് അയക്കുന്നുണ്ട്. എണീറ്റ് നടക്കാൻ വയ്യെന്നോ? ശരി ശരി, എൻ്റെ ജ്യേഷ്ഠന്റെ വംശത്തിൽ പിറന്നവനല്ലേ, നിന്റെ വാലിനെ നീക്കി മാറ്റി നാം മുന്നോട്ട് പോയിക്കൊള്ളാം. അല്ലയോ വാനരശ്രേഷ്ഠ, ഞാൻ പറഞ്ഞു പോയ വീൺ വാക്കുകൾ ക്ഷമിച്ച് എനിക്ക് മാപ്പു തരണം. എന്റെ അഹങ്കാരം ശമിപ്പിച്ച് അങ്ങ് ആരാണ്?
എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? അങ്ങ് അങ്ങ് വായുപുത്രനായ ഹനുമാനാണെന്നോ? ഹോ, ഞാൻ എത്ര ഭാഗ്യവാനാണ്. എൻ്റെ ജ്യേഷ്ഠനായ ഹനുമാനെ എനിക്ക് കാണാൻ സാധിച്ചല്ലോ. പ്രഭോ, എൻ്റെ ഒരാഗ്രഹം കൂടി അങ്ങ് സാധിച്ചു തരില്ലേ? സമുദ്രലംഘന സമയത്ത് സ്വീകരിച്ച ആ മഹാരൂപം കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഗൗരി, നന്നായിട്ട് ചെയ്യാൻ സാധിച്ചോ? സാധിച്ചു. നന്നായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു. ഇനി നമുക്ക് ആചാര്യസഭയോട് ചോദിക്കാം. മുരളി സർ. നന്നായിരുന്നു. താങ്ക് യു. ഗൗരിക്ക് നല്ല വേഷപ്പകർച്ചയുണ്ട്. ഐ സീ ദ ക്യാരക്ടർ വെൻ യു കം. മനസ്സിലായില്ലേ? നടന്നു വരുമ്പോൾ ആദ്യത്തെ വരവിൽ തന്നെ കഥാപാത്രത്തിൻ്റെ ഒരു ഗാംഭീര്യമൊക്കെ ഉണ്ടായിരുന്നു. നന്നായിരുന്നു അത്. ആദ്യത്തെ വരവൊന്നു വന്ന് ഈ കയ്യ് കുറച്ച് ഇങ്ങനെയായിരുന്നു ആ ഡാൻസിൽ. അതായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ലത്. അത് അതുപോലെ തന്നെ ചില സ്റ്റെപ്സ് മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് ഡാൻസ് പഠിച്ചുകൊണ്ട് ആ വാല് പൊക്കുന്നതും പൊക്കാൻ ശ്രമിക്കുന്നതും അതിനൊക്കെ ഉപകാരമായിരുന്നു അത്. പക്ഷെ അത് വേണ്ട വിധത്തിൽ ഇനിയും കുറച്ചുകൂടി ആവായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ചില സ്ഥലത്ത് ഇത് ഈ ഭീമസേനൻ്റെ കഥാപാത്രം ആവുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അല്ലാതെ വേറൊരു കഥാപാത്രമാണെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ഡയലോഗ് ദൈവ ബെറ്റർ ആയിരുന്നു. മ്യൂസിക് നന്നായിരുന്നു. ബാക്കിൽ പ്രവർത്തിച്ചവരോടാണ് പറയുന്നത്. എഫക്ട്സ് ശ്രദ്ധിച്ചത് വളരെ നന്നായിരുന്നു. എനിക്ക് ആദ്യം എനിക്ക് ദ്രൗപദിയെ കൂടെ കാണാൻ പറ്റിയില്ല. ദ്രൗപദി കൂടെ ഉണ്ട്. ദ്രൗപദിയോടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയില്ല. എന്താ തോന്നാതിരിക്കാൻ കാരണം? പോയിന്റ് ചെയ്തില്ല. മനസ്സുകൊണ്ട് അത് പോയിന്റ് ചെയ്ത് കണ്ടില്ല ആളെ. മനസ്സിലായില്ലേ? അത് ഗൗരി കാണുമ്പോഴേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അത് ഗൗരി വേണ്ട വിധം അത് കണ്ടില്ല. ആ വാലായിട്ടുള്ള സ്ട്രഗിള് അത് കുറച്ചുകൂടി ആവായിരുന്നു. ഒന്നാമത് ഈ ഡാൻസ് കയ്യിലുള്ളത് കൊണ്ട് അത് പെട്ടെന്ന് ആ സ്ട്രഗിൾ കുറച്ചേ വന്നുള്ളൂ. മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അതിനനുസരിച്ച് കുറച്ചുകൂടി ഇത് ആദ്യം ഒന്ന് തോണ്ടിയിടാൻ നോക്കി, അത് ലൈറ്റാണ്. പിന്നെ ഒന്ന് പിടിച്ചു നോക്കി, അത് പിന്നെ ഒന്ന് പിടിച്ച് പിന്നെയും. അപ്പോൾ അതിങ്ങനെ ഈ ശക്തി കൂടി വരികയാണെന്നുള്ളത് നമുക്ക് അറിയണം. അത് കുറച്ചുകൂടിയും ആകാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇപ്പം ഇതിൽ ഞാൻ വാചകത്തെക്കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഹനുമാനാണ് എന്നറിഞ്ഞു കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് കുറച്ചുകൂടി വേണമായിരുന്നു. അതിന് മ്യൂസിക്കും ഉണ്ടായിരുന്നു. വേണ്ട വിധത്തിൽ മ്യൂസിക് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടി ഒന്ന് ചെയ്യാമായിരുന്നു അത്. കേട്ടോ? ഇനി എപ്പോഴെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ സ്കൂൾ ആനിവേഴ്സറിക്കൊക്കെ അതൊന്ന് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിൻ്റൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി. ചെയ്യോ? ഓക്കെ. ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു. നന്ദി സർ. സ്വാമിജി. മല്ലിമന്നെ അവസാനിപ്പിച്ചിടത്തു നിന്ന് തുടങ്ങാം. കാരണം നമ്മൾ ആ ഒരു രംഗം അവസാനിപ്പിക്കുമ്പോൾ അവസാനിച്ചു എന്ന് നമുക്ക് തോന്നണം. അവസാനിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ സംശയിച്ചിരിക്കുകയായിരുന്നു. കാരണം അത് പൂർണ്ണമായിട്ട് അത് അവതരിപ്പിച്ചില്ല. ഹനുമാൻ്റെ വളർച്ചയും അതിൻ്റെ വിസ്മയവും ഒരു ഡാൻസ് പഠിച്ചൊരു കുട്ടിക്ക് ഇതിനേക്കാളും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ തീർച്ചയായിട്ടും പറ്റേണ്ടതാണ്. എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. നന്ദി സ്വാമിജി. ടീച്ചർ. ഓട്ടംതുള്ളല് കേട്ടിട്ടുണ്ടോ ആ ലൈനുകൾ? നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീയങ്ങു മാറിക്കിടാശട ദുർഘടസ്ഥാനത്ത് വന്നു കിടക്കുവാൻ നിനക്കടാ തോന്നുവാൻ എന്തടാ കാരണം? അങ്ങനെയുള്ളൊരു അഹങ്കാരത്തോട് കൂടിയിട്ടാണല്ലോ വരുന്നത്. അത്ര അഹങ്കാരത്തോടു കൂടി വന്ന ആൾ പിന്നെ പതുക്കെ ആ അഹങ്കാരമാണ് അപ്പോൾ മുഖത്ത് വരേണ്ടത്. ഇനിയുള്ള സ്കിറ്റൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. എന്തായാലും നന്നായിരുന്നു. അഭിനന്ദനങ്ങൾ. നന്ദി ടീച്ചർ. അടുത്തതായി ശബരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂൾ പുനലൂരിൽ നിന്നും നന്ദന എത്തുന്നു.
മാന്യസദസ്സിന് നമസ്കാരം. ആർഷഭാരതത്തിൻ്റെ പിതൃസ്വത്തായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഇതിഹാസ ഗ്രന്ഥമാണല്ലോ ശ്രീ വേദവ്യാസ മഹർഷിയാൽ വിരചിതമായ ശ്രീ മഹാഭാരതം. പ്രസ്തുത ഗ്രന്ഥത്തിലെ നിരവധി കഥാപാത്രങ്ങളിൽ മികവുറ്റു നിൽക്കുന്ന വായുനന്ദനായ ഭീമസേനനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മഹാകവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് രംഗത്ത് അവതരിപ്പിച്ച തുള്ളൽ ത്രയത്തിൽ ആധീനമായ ശീതങ്കൻ തുള്ളലിൽ മികവുറ്റു നിൽക്കുന്ന ഭീമസേനൻ വായുനന്ദനായ ശ്രീരാമഭക്ത ഹനുമാനെ കണ്ടുമുട്ടുന്ന രംഗം. പഞ്ചപാണ്ഡവന്മാരുടെ പത്നിയായ പാഞ്ചാലി കൽഹാര പുഷ്പത്തിനു വേണ്ടി ഭീമസേനനെ പറഞ്ഞുവിടുന്നു. വൈശ്രവണന്റെ അളകാപുരിയിൽ നിന്നും പുഷ്പം സമാഹരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നറിയാവുന്ന ശ്രീ ഹനുമാൻ തൻ്റെ അനുജനായ ഭീമസേനനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പുഷ്പത്തിന് വേണ്ടി വിടണമെന്ന ഉദ്ദേശത്തോട് വൃദ്ധനും രോഗിയുമായ ഒരു വാനരനായി രൂപം മാറി ഭീമസേനൻ സഞ്ചരിക്കുന്ന വഴിയിൽ കിടക്കുന്നു. ഉദ്ധതനാകുന്ന ഭീമസേനൻ തൻ്റെ പദ്ധതി തന്നിൽ മുടക്കി കിടക്കുന്ന വൃദ്ധനായൊരു ബലിമുഖനെ കണ്ടു ക്രുദ്ധനായി പറഞ്ഞിടിനാനഞ്ജസ, നോക്കടാ നമ്മുടെ മാർഗെ കിടക്കുന്ന മർക്കടാ, നീ അങ്ങും മാറിക്കിടാശടാ. ദുർഘട സ്ഥാനത്തു വന്നു ശയിപ്പാൻ നിനക്കടാ തോന്നുവാൻ എന്തടാ സംഗതി. നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങു നീ. ഒട്ടും വകതിരിവില്ലാത്ത വല്ലാത്ത കൂട്ടത്തിൽ വന്നു പിറന്നു വളർന്നു നീ. ചാട്ടത്തിൽ നിന്നും പിഴച്ചു പോയോ നിന്റെ കൂട്ടത്തിൽ മറ്റാരുമില്ലാത്തതെന്തടാ. പെട്ടെന്നെഴുന്നേറ്റു പോകാകിലാപത്ത് പറ്റിയിടുമെന്നു ധരിക്ക നീ വാനര. എടാ മർക്കടാ, നാം സഞ്ചരിക്കുന്ന മാർഗത്തിൽ നിന്നും മാറിക്കിടക്ക്. ഈ ദുർഘട സ്ഥാനത്ത് വന്ന് കിടക്കാൻ നിനക്ക് തോന്നുവാൻ കാരണമെന്ത്? നാട്ടിലുള്ള മഹാന്മാരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വനത്തിൽ കിടക്കുന്ന ഒരു മൂളിക്കുരങ്ങല്ലേടാ നീ. ചാട്ടത്തിൽ നിന്നും പിഴച്ചു പോയനാണോ നീ? എന്താടാ നിന്റെ കൂട്ടത്തിൽ മറ്റാരും തന്നെ ഇല്ലാത്തത്? എന്റെ വഴിയിൽ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റ് പോയില്ലെങ്കിൽ നിനക്ക് ആപത്ത് സംഭവിക്കുമെന്ന് നീ ധരിച്ചാലും. എന്താടാ പറഞ്ഞത്? എടാ കിഴവാ, ഞാൻ ആരെന്ന് കരുതിയാണ് നീ സംസാരിക്കുന്നത്? നിന്റെ ധിക്കാരമായുള്ള സംസാരം കുറച്ച് കൂടിപ്പോകുന്നു. പൂർവംശത്തിൽ ജനിച്ചു വളർന്ന പുരുഷ ശ്രേഷ്ഠനായ വൃക്കോദരൻ എന്നൊരു ധീരനെ പറ്റി നീ കേട്ടിട്ടില്ലേ? ആ വീരനാണ് ഇദ്ദേഹം. നേരായ വഴി വെടിഞ്ഞ് ഞാൻ നടക്കുകയില്ല, ആരോടും തോറ്റിട്ടുമില്ല. മാറി നില്ലെന്ന് പറയുന്ന മൂടന്മാരുടെ മാറിൽ എന്റെ ഗദാഗ്രം പതിക്കുമെന്ന് നീ കരുതിയാലും. യഥാർത്ഥ ധർമ്മം എന്തെന്നറിയാത്ത നിന്നെ പോലുള്ളവരോട് ധർമ്മോപദേശം നടത്താൻ എനിക്കെന്താണ് ആവശ്യം? ധർമ്മപുത്രാനുജനായ ഈ ഭീമസേനൻ ധർമ്മമാർഗം വെടിഞ്ഞൊന്നും ചെയ്യുകയില്ല. ശ്രേഷ്ഠ ഭാരതം അപ്പൊ നമുക്ക് ആചാര്യസഭയോട് ചോദിക്കാം. മുരളി സർ. നന്നായിരുന്നു മോളെ, നന്നായിരുന്നു. ഇനി നന്നാക്കാം എന്നേ ഉള്ളൂ. നന്നായിരുന്നു, ഇനിയും നന്നാക്കാം. അത് പിന്നെ നമ്മൾ ചെയ്യുന്ന ഏത് സാധനവും അങ്ങനെയാണല്ലോ അല്ലേ. നന്നാക്കാനുള്ള സ്കോപ്പ് എപ്പോഴും ഉണ്ടാകും. നല്ല എൻട്രി ആയിരുന്നു, നല്ല മ്യൂസിക് ആയിരുന്നു, നല്ല കഥാപാത്രത്തിൻ്റെ ലുക്കും നന്നായിരുന്നു. സാധാരണ തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക്, ഞങ്ങൾ മലബാറിൽ നിന്ന് വരുന്നവരെക്കാൾ അക്ഷരസ്ഫുടത കുറച്ച് കൂടുതൽ ഉണ്ടാവാറുണ്ട് എന്നാണ് വെപ്പ്. പക്ഷേ ഭാരതത്തിന്റെ ആർഷഭാരതം കേട്ടോ. പിന്നെ ആദ്യത്തെ ആ നറേഷൻ എന്ന് പറയുന്നത്, അത് ആക്ച്വലി നമ്മൾ കഥ പറയുന്ന ഒരു കഥ പറച്ചിലുകാരൻ കഥ പറയുന്ന പോലെ വന്നാൽ മതി. അതായിരുന്നു കുറേ കൂടി ഭംഗിയാവുക. നമ്മളിത് പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ തുള്ളൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അങ്ങനൊരു പാട്ടല്ല അത് ആടാനുള്ള പാട്ടാണത്, തുള്ളിപ്പാടേണ്ട പാട്ടാണത്.
അപ്പം തുള്ളൽ പാട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ലതാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ ആ ഫിസിക്കലായിട്ട് അത് ഉപയോഗിക്കുമ്പോഴേ അതിൻ്റെ സുഖം വരുള്ളൂ. ഇതിപ്പോൾ എന്താ വെച്ചാൽ നിന്ന് പാടി അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് കാണാൻ വകുപ്പൊന്നുമില്ല, ഇതിൽ കേൾക്കാൻ മാത്രമേ ഉള്ളൂ. അതുകൂടി ആവായിരുന്നു, കുറച്ചുകൂടി ഫിസിക്കലി അത് യൂസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആകുമായിരുന്നു. പക്ഷെ ഇതെന്താ പറ്റിപ്പോയതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പിനാക്കിൾ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഭീമസേനൻ പരാജയപ്പെടുന്നതും പരാജയപ്പെട്ടതിന് ശേഷം ആ അഹങ്കാരം അങ്ങോട്ട് ആറി തണുത്തതിന് ശേഷം ഇത് സാക്ഷാൽ ഹനുമാനാണ് ഈ കിടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതും അവിടെ തനിക്ക് പറ്റിയ വീഴ്ച അറിയുന്നതും ജ്യേഷ്ഠനെ കാണുന്നതും അദ്ദേഹത്തിൻ്റെ രൂപം കാണുന്നതും ഒക്കെയാണ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഞാൻ അതിന് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അന്തരത്തെ കൊണ്ട് നിർത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഓവറോൾ കുഴപ്പമില്ല മോളെ, പക്ഷേ ഇനിയും നന്നാക്കാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു. നന്ദി സർ. സ്വാമിജി, ഇപ്പം ഇതിനകത്ത് സൂത്രധാരനുണ്ട്, തുള്ളലുണ്ട്, നാടകമുണ്ട്, ഇതെല്ലാം കൂടെ അവിയലായില്ല. അവിയലായെങ്കിൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ കഷ്ണങ്ങളും അതിനകത്തുണ്ട്, പക്ഷെ അത് അവിയലായില്ല. ഇങ്ങനെ മോൾ നന്നായിട്ട് ശ്രമിച്ചു, അഭിനന്ദനങ്ങൾ. നന്ദി സ്വാമിജി. ടീച്ചർ, ആദ്യത്തെ ഭാഗം കുറച്ച് ഇങ്ങനെ സംഭാഷണമൊക്കെ ആയിട്ട് അങ്ങനെ പോയത് കാരണമാവും, അവർ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അത് പകുതി ഒരു പൂർണ്ണതയിലേക്ക് എത്താതിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ശ്രദ്ധിക്കുക, സാധിക്കും. നമ്മൾ ശ്രമിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. നന്ദി ടീച്ചർ. അപ്പൊ ഏതായാലും ഇനി ഒരു പെർഫോമൻസും കൂടെ കാണാൻ ബാക്കിയുണ്ട്. വ്യാസവിദ്യാപീഠം കല്ലേക്കാട് പാലക്കാട് നിന്നും നിരഞ്ജൻ എത്തുന്നു. ഭവതി, ഭവതി എന്താ ഈ നേരത്തെ ഇവിടെ? എന്തു പറ്റി? എന്താ മുഖത്തൊരു വിഷാദം? പറയൂ, കേൾക്കട്ടെ. ഭവതി ഇവിടെ ഇരുന്നാലും. ഇനി പറയൂ, എന്താ വിഷാദം? എന്ത്?
ശ്രേഷ്ഠ ഭാരതം നിരഞ്ജൻ അല്ലേ? അതെ. എത്രയിലാ പഠിക്കണേ? 9 എങ്ങനെ തോന്നുന്നു പെർഫോമൻസ് കണ്ടിട്ട്? മോന് തന്നെ ഞാൻ നന്നായി ചെയ്തു, പക്ഷെ എന്താ സമയം വേഗം പോയിന്നൊരു സംശയം. സമയം വേഗം പോയിന്നോ? കഷ്ടിച്ച് 4 മിനിറ്റ് നിക്കണം പറഞ്ഞിട്ട് ചിലപ്പോ 4 മിനിറ്റ് നിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, മിനിമം 4 മിനിറ്റ് കൂടിപ്പോയോന്നൊരു സംശയം. സമയം പിന്നെ ഞാൻ വേഗം പറഞ്ഞോന്നൊരു സംശയം. സ്പീഡ് കൂടിയോ അല്ലേ? നമുക്ക് ചോദിച്ചോക്കാം. മുരളി സാർ കൃത്യമായിട്ട് പറയും സ്പീഡ് കൂടിയോ ഇല്ലയോ എന്നൊക്കെ. മുരളി സാർ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? വളരെ നല്ല പേഴ്സണാലിറ്റിയാണ് നിരഞ്ജൻ്റെ. ഇങ്ങനെ സംസാരിക്കാൻ കഴിയാന്നുള്ളത് നല്ല കാര്യമാണ് കേട്ടോ. താങ്ക് യു സർ. വെരി ഗുഡ്. നല്ല ക്ലാരിറ്റി ഉണ്ട്, ക്ലാരിറ്റി ഓഫ് തോട്ട് ഉണ്ട്, ക്ലാരിറ്റി ഓഫ് വേർഡ്സും ഉണ്ട്. ഞാൻ ഈ സംസാരം ഇപ്പോഴത്തെ സംസാരത്തെക്കുറിച്ചാണ് പറയണത് കേട്ടോ. കീപ് ഇറ്റ് അപ്പ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം അല്ലേ? ഈ കോസ്റ്റ്യൂം അവിടെ നിന്ന് കൊണ്ടുവന്ന് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കറക്റ്റാണോ അതോ ഇവിടെ വന്നിട്ട് സംഘടിപ്പിച്ചതാണോ? ആണോ? പക്ഷേ ഇതിനൊരു നല്ല ഒരു ഡിസൈൻ സാധനം ഉണ്ട്. എന്താണ് ദ്രൗപദി എന്താ വിളിക്കുന്നത് ആദ്യം? ഭവതി അല്ല, ഭവതി. അത് എത്ര പ്രാവശ്യമാണത്? ഭവതി 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 ബാ. ഈ എടുത്ത സന്ദർഭം നന്നായിരുന്നു കേട്ടോ. നല്ല ആക്ടിങ് സ്കോപ്പുള്ള ഒരു സന്ദർഭമാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ആ സന്ദർഭത്തിലെ ആക്ടിങ് സ്കോപ്പുള്ള ഒരു സാധനവും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം നമുക്ക് നമ്മുടെ ഇത് തുടങ്ങുന്നത് ശൃംഗാരത്തിലാണ്. ശൃംഗാരത്തിൽ തുടങ്ങി പിന്നെ ദ്രൗപദിയുടെ പരിഭവമൊക്കെ കേട്ട് ആഹാ എന്ന് പറഞ്ഞ് ദേഷ്യം വന്ന് എന്നാൽ പിന്നെ എന്നാ മാതിരി വരാൻ പറയൂ എന്ന് പറഞ്ഞിട്ട് അവിടെ പോകുന്നു. ഈ വേഷം മാറി വരുന്നു. ഇറ്റ് വാസ് പടപടയെന്ന് കഴിഞ്ഞു പോയി. നിരഞ്ജനെ പോലെ ഒരു നടനെ, നല്ല സ്കോപ്പുള്ള ഒരു ആക്ടറാണ് കേട്ടോ. ഞാൻ പറയാൻ വിട്ടു, ആക്ടിങ്ങിന് സ്കോപ്പുണ്ട്, പക്ഷെ അത് ഉപയോഗിച്ചില്ല. കുറച്ചുകൂടി സമയമെടുത്ത് ഇതിൻ്റെ ഒരു ക്രീം അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല നമുക്ക്. പിന്നെ ആ ചിരി അങ്ങനെയല്ല ചിരിക്കേണ്ടത്. ജീവിതത്തിൽ ഒരിക്കലും ഒരാൾ ഹാ എന്ന് പറഞ്ഞ് ചിരിക്കില്ല. ജീവിതത്തിൽ ഒരാൾ ചിരിക്കേ ഉള്ളൂ. ആ ചിരിയാണ് വരേണ്ടത്, മനസ്സിലായോ? അപ്പം അത് ഉടനീളം ഉണ്ട്. ഭാവിയിൽ നല്ല അഭിനേതാവാനുള്ള സ്കോപ്പൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അതിനോട് മുന്നോട്ട് പോവാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. നന്ദി സർ. സ്വാമിജി, എന്താ വേഷം ഇങ്ങനെ എടുക്കാൻ കാരണം എന്താണ്? വലലന്റെ വേഷം കൊണ്ടാ. ഇതാണ് വലന്റെ വേഷം എന്ന് വെച്ചിട്ടാണ് എടുത്തത്. അത് ശരി. അതായത് ഭീമൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എല്ലാവർക്കും വരുന്നത് കല്യാണ സൗഗന്ധിക എന്ന എപ്പിസോഡാ. അതെ അതെ. ഇത് കുറച്ച് ഒന്ന് വെറൈറ്റി എടുക്കണം തോന്നിയപ്പോ വലലൻ. ഇത് രാത്രി നൃത്തശാലയിൽ നടക്കുന്നൊരു സംഭവമാണ്. ഇത് ലോകത്തിൽ ആരും അറിഞ്ഞിട്ടില്ല. ശബ്ദ കോലാഹലങ്ങളൊന്നും പുറത്ത് പോയിട്ടില്ല. ശബ്ദകോലാഹലങ്ങൾ പുറത്ത് അറിയുമല്ലോ, ഗീത കൊല്ലപ്പെട്ടു എന്ന്. രാവിലെയാണ് ശവം കാണുന്നത്. എന്നുവെച്ചാൽ അത്ര നിശബ്ദമായിട്ട് അദ്ദേഹത്തിന് കൊല്ലാൻ സാധിച്ചു. അപ്പം നമ്മൾ യുദ്ധരംഗം ശരി, യുദ്ധം നടന്നു, പക്ഷേ പരമാവധി ശബ്ദം ഉണ്ടാക്കാത്ത രീതിയിൽ ആ രീതിയിലാണ് കൊന്നത്. അപ്പോൾ അവിടെ വെച്ചൊരു പൊട്ടിച്ചിരിക്കൊക്കെ ഒരു അസ്വാഭാവികതയുണ്ട്. ആഹ്ലാദം കാണിക്കാം, പക്ഷേ അത് പൊട്ടിച്ചിരിയായിട്ട് കാണിക്കുമ്പോൾ അതിന് അസ്വാഭാവികതയുണ്ട്. നല്ലൊരു വേദി കിട്ടി. നമ്മൾ എത്രയും പേര് കാണാനും ഇത്രയും പേരുടെ ഇങ്ങനെ ഒരു അഭിപ്രായങ്ങൾ കിട്ടാനും ഒരു അവസരം കിട്ടി. അപ്പോൾ അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക ഭാവിയിൽ. നന്ദി സ്വാമിജി. ടീച്ചർ, സ്വന്തം പത്നിയെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു വീരനായകനായിട്ടാണ് നിൽക്കുന്നത്. അജ്ഞാതവാസ കാലത്തേക്ക് പറ്റിയ വേഷം ആയിട്ടാണ് വന്നത്. അതിലൊക്കെ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. എന്തായാലും നന്നായി. ഇതൊക്കെ ഒരു തുടക്കം മാത്രമായിട്ട് കണക്കാക്കുക. ഇനിയും നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാകട്ടെ. അഭിനന്ദനം. നന്ദി ടീച്ചർ. പത്മവ്യൂഹം റൗണ്ടിൽ 4 ടീമുകളും മത്സരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആചാര്യസഭയിൽ നിന്നും അഭിപ്രായമൊക്കെ കേട്ടു. ഇനി മാർക്കാണ് അറിയാനായിട്ട് ബാക്കിയുള്ളത്. അതിനായി ബാക്കി 3 ഭീമസേനന്മാരെയും ക്ഷണിക്കുന്നു. അപ്പോൾ പത്മവ്യൂഹം റൗണ്ടിൽ മത്സരിച്ച 4 ഭീമസേനന്മാർ, നമ്മുടെ അവസാനത്തെ പത്മവ്യൂഹം റൗണ്ടാണ്. 2ാം ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പത്മവ്യൂഹം റൗണ്ടിൽ മത്സരിച്ച ഭീമസേനന്മാരെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ ആചാര്യസഭയിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞു. ഇനി മാർക്കാണ് സസ്പെൻസിലിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എത്ര മാർക്കാണ് ആചാര്യസഭയിലെ 3 അംഗങ്ങൾ ചേർന്ന് നൽകാൻ പോകുന്നത്? മുരളി സർ 20-ലായിരിക്കും. ആചാര്യസഭയിലെ മറ്റ് 2 അംഗങ്ങൾ 10-ലായിരിക്കും. മുരളി സർ, KPC ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂർ കണ്ണൂർ. യെസ്, KPC ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂർ കണ്ണൂർ 20-ൽ 14 മാർക്ക്. നന്ദി സർ. സ്വാമിജി, 10-7 മാർക്കാണ്. നന്ദി സ്വാമിജി. ടീച്ചർ, ഞാൻ 10-ലെ 8 മാർക്ക്.
നന്ദി ടീച്ചർ. ഭവൻസ് കൊടുങ്ങല്ലൂർ, മുരളി സർ. യെസ്, ഭവൻസ് വിദ്യാമന്ദിർ കൊടുങ്ങല്ലൂർ 20-ൽ 15 മാർക്ക്. സ്വാമിജി. അതേ മാർക്ക് തന്നെ, 10-7 മാർക്ക്. നന്ദി സ്വാമിജി. ടീച്ചർ 6.5. നന്ദി ടീച്ചർ. ശബരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂൾ പുനലൂർ. യെസ്, ശബരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂൾ പുനലൂർ 20-ൽ 12 മാർക്ക്. സ്വാമിജി. എന്തായാലും സാറിന്റെ പേർക്കൊട്ട് നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്ന പോലെ തോന്നുന്നു. 10-ൽ 6 മാർക്ക്. നന്ദി സ്വാമിജി. ടീച്ചർ 6 മാർക്ക്. നന്ദി ടീച്ചർ. വ്യാസവിദ്യാപീഠം കല്ലേക്കാട് പാലക്കാട്. വ്യാസവിദ്യാപീഠം പാലക്കാട് 20-ൽ 12 മാർക്ക്. നന്ദി സർ. സ്വാമിജി. നമ്മൾ കൂടിയാലോചന ചെയ്യുന്നതല്ല, 10-ൽ 6 മാർക്ക് കൊടുത്തിരിക്കുന്നു. ടീച്ചർ 7 മാർക്ക്. നന്ദി ടീച്ചർ. അപ്പോ ആചാര്യസഭയിലെ 3 അംഗങ്ങൾ തന്നു. നിരഞ്ജന മുഖമൊക്കെ വാടിയിലോ, എന്താണ് മാർക്ക് കേട്ടപ്പോഴത്തേക്ക് ആളിങ്ങനെയായി. അപ്പൊ നമുക്ക് ടോട്ടലായിട്ട് എത്ര മാർക്കാണ് ഈ റൗണ്ടിൽ ലഭിച്ചിട്ടുള്ളത് എന്ന് അറിയണം. അഞ്ച് റൗണ്ട് കഴിഞ്ഞില്ലേ, എത്ര മാർക്കാണ് 4 ടീമിനും ലഭിച്ചിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോ മാർക്കൊക്കെ കഴിഞ്ഞു അല്ലേ? അങ്ങനെ പത്മവ്യൂഹം റൗണ്ടോടെ നിങ്ങളുടെ 5 റൗണ്ടും പെർഫോം ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ 2ാം ഘട്ടം അവസാനിച്ചു. ഇനി നിങ്ങൾക്ക് പ്രേക്ഷകരുടെ കൂടെ പോയിരിക്കാം. പരീക്ഷത്തിന്റെ ഏത് പുത്രനാണ് സർപ്പസത്രം നടത്തിയത്? ഉത്തരം അയക്കേണ്ട ഫോമാറ്റ് ഉത്തരം നിങ്ങളുടെ പേര് നിങ്ങളുടെ ജില്ല. ശ്രദ്ധിക്കുക, ഇന്നത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അയക്കാനുള്ള സമയപരിധി നാളെ രാത്രി 8 മണി വരെ മാത്രമാണ്. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ ഈ അധ്യായത്തോടുകൂടി 2ാം ഘട്ടത്തിന്റെ 2ാം ഭാഗം പൂർണ്ണമായും അവസാനിക്കുകയാണ്. ഈ ഘട്ടത്തിൽ 32 ടീമുകളാണ് മത്സരിച്ചത്. അതിൽ നിന്നും ഏത് 16 ടീമാണ് അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് സെമി ഫൈനലിലേക്ക് കടക്കുക എന്നാണ് അറിയാൻ ബാക്കിയുള്ളത്. ഇവർ മത്സരിച്ച് നേടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച 16 ടീമുകളാണ് സെമി ഫൈനലിലേക്ക് കടക്കുക. അത് ഏതൊക്കെ ടീമാണെന്ന് നോക്കാം. വരുന്ന തിങ്കളാഴ്ച ശ്രേഷ്ഠ ഭാരതത്തിന്റെ 3ാം ഘട്ടം, അതായത് സെമി ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ റൗണ്ടുകളാണ് സെമി ഫൈനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രേഷ്ഠ ഭാരതത്തിന്റെ 3ാം ഘട്ടത്തിലേക്ക് സെമി ഫൈനലിലേക്ക് ഏതൊക്കെ 16 ടീമുകളാണ് എന്നറിഞ്ഞല്ലോ. മത്സരാർത്ഥികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. മത്സരാർത്ഥികൾക്ക് ഒരുപാട് നല്ല അറിവുകളും നിർദ്ദേശങ്ങളും പകർന്നു നൽകിയ ആചാര്യസഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. 150 എപ്പിസോഡുകൾ പിന്നിട്ട ശേഷം ശ്രേഷ്ഠ ഭാരതം സെമി ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം. പതിയുടെ അനപത്യ ദുഃഖം ഇല്ലാതാക്കാൻ വേണ്ടി വീണ്ടും ആ മന്ത്രം പ്രയോഗിച്ച് പുത്രന്മാരെ നേടിയതോ കുന്തിയുടെ വ്യക്തിത്വത്തിന്റെ കളങ്കമായി ഒരിക്കലും കാണാനാവില്ല. തന്നെ അപരനു വേണ്ടി ത്യജിക്കുന്നവനാണ് കൃപാലു. ആദർശങ്ങൾക്ക് പ്രാണനേക്കാൾ വില കൊടുക്കുന്ന അവസ്ഥ. Costume courtesy for Quizmaster and Radhika. Aimal Wedding Center. Jewel courtesy for Radhika. Planet Jewel, Kavdiyar, Trivandrum.